നമ്മൾ മരിച്ച് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ, നമ്മെ സ്നേഹിക്കുന്ന ആളുകൾ, അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വലിയ സന്തോഷമാകും. നമ്മൾ കുളിപ്പിക്കുന്നതൊക്കെ മയ്യത്തുകൾ അറിയാം. മയ്യത്തിനെ കുളിപ്പിക്കുന്നതൊക്കെ മയ്യത്തിന് അറിയാൻ കഴിയുമെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നാൽ ഈ കുളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹബീബായ നബിതങ്ങൾ നമ്മുടെ അരികിലുണ്ടെങ്കിലോ, ഈ പരിശുദ്ധ സ്വലാത്ത് ജീവിതത്തിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലുന്ന ആളുകൾക്ക് മുത്ത് നബിതങ്ങൾ കുളിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. ഏതാണ് ആ മഹത്തായ സ്വലാത്ത് എന്ന് നമുക്കൊന്ന് പഠിക്കാം. എല്ലാ വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും നമ്മുടെ അമലുകൾ ഹബീബായ നബിതങ്ങളെ കാണിക്കപ്പെടും. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ കൂടുതൽ സ്വലാത്താണ് എങ്കിൽ നബിതങ്ങൾക്ക് വലിയ സന്തോഷമാകും, ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കാൻ കാരണമായി തീരും. ദുനിയാവിൽ വെച്ച് വലിയ 3 അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന, അതുപോലെ ആഖിറത്തിൽ വെച്ച് വലിയ 3 അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന മഹത്തായ ഒരു ചെറിയ സ്വലാത്ത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എന്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, അല്ലാഹു എല്ലാവരെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച കടന്നു വരികയാണ്. വെള്ളിയാഴ്ച ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പഠിപ്പിച്ചു തന്ന, ഏറ്റവും കൂടുതൽ ചൊല്ലാൻ ആവശ്യപ്പെട്ട, അവിടുന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച മഹത്തായ ഒരു ഇബാദത്താണ് പരിശുദ്ധ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയും അതിന്റെ രാവും വ്യാഴാഴ്ചയും ഒക്കെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി പരിശുദ്ധ മദീനയിലേക്ക് നമുക്ക് അയക്കണം. കാരണം തുഅറദു അലയ്യ അഅ്മാലു ഉമ്മത്തി, എന്റെ ഉമ്മത്തീങ്ങളുടെ ഇബാദത്തുകളെ എനിക്ക് കാണിക്കപ്പെടും യൗമൽ ഖമീസ്. ഏത് ദിവസം? വ്യാഴാഴ്ച ദിവസം എന്റെ ഉമ്മത്തുകൾ ചെയ്ത അമലുകളൊക്കെ എനിക്ക് കാണിക്കപ്പെടുന്നതാണ്. നല്ലത് കണ്ടാൽ ഞാൻ സ്തുതിക്കുകയും മോശത്തരം കണ്ടാൽ ഞാൻ അള്ളാഹുവിനോട് അത് പൊറുക്കൽ തേടുകയും ചെയ്യുന്നതാണ് എന്ന് മുത്തുനബി തങ്ങളുടെ ഹദീസിൽ കാണാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസം നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒരുപാട് സ്വലാത്തുകളുടെ എണ്ണമുണ്ട് എങ്കിൽ നാളെ മഹ്ശറിൽ ചെന്ന് നിൽക്കുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ ഒരു പൊരുത്തം കിട്ടാൻ, അവിടുത്തെ ഒരു നോട്ടം കിട്ടാനും ഒക്കെ കാരണമായി തീരും. ഇൻഷാ അല്ലാഹ് ഈ വ്യാഴവും വരാനുള്ള വെള്ളിയും ഒക്കെ ഒരുപാട് സ്വലാത്തുകൾ പരിശുദ്ധ മദീനയിലേക്ക് നമുക്ക് അയക്കണം. അപ്പോൾ കൊടുക്കുന്ന സമയത്തോ വലിയ പവർഫുള്ളായ സ്വലാത്താണ് കൊടുക്കുന്നതെങ്കിൽ, വലിയ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് കൊടുക്കുന്നത് എങ്കിൽ മഹത്തുക്കൾ അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹത്തുക്കൾ പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ പോവുകയാണ്. ദുനിയാവിൽ വെച്ച് കിട്ടുന്ന 3 വലിയ അനുഗ്രഹങ്ങളും ആഖിറത്തിൽ വെച്ച് കിട്ടുന്ന 3 വലിയ അനുഗ്രഹങ്ങളും നമുക്ക് അതിന്റെ കൂടെ ചേർത്ത് വായിക്കാം. ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഒരു കാരണവശാലും മറ്റൊരു സാഹചര്യത്തിലൂടെയും ലഭിക്കാത്ത ദുനിയാവിൽ വെച്ച് കിട്ടുന്ന 3 വലിയ നേട്ടങ്ങൾ. വലിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നാളെ ആഖിറത്തിൽ കിട്ടുന്ന 3 വമ്പൻ നേട്ടങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ചേർത്തൊന്ന് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ ആ പരിശുദ്ധ മദീനയിലേക്ക് അയക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഏതാണ് പരിശുദ്ധമായ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്ന് ഒന്ന് നോക്കാം. ഈ ചൊല്ലാൻ പോകുന്ന സ്വലാത്ത് ആരെങ്കിലും പതിവായി ചൊല്ലിയാൽ, എല്ലാ ദിവസവും 1 തവണ വീതമെങ്കിലും, കൂടുതലൊന്നും ചൊല്ലിയില്ല, ഓരോ തവണ വീതമേ ചൊല്ലിയിട്ടുള്ളൂ, ഓരോ തവണയെങ്കിലും ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടമാണ് പറയുന്നത്. നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളുടെ കൂടെ വന്ന് നിന്നുകൊണ്ട് നമ്മൾ മരിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവോ ജീവിതത്തിൽ? എന്നായാലും ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. അപ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളുടെ മക്കളുണ്ടാകും, കുടുംബാദികളുണ്ടാകും, ബന്ധുമിത്രാദികളുണ്ടാകും, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, ആരൊക്കെയാണ് നമ്മളുമായി ബന്ധപ്പെട്ടവർ, അവരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ട് എങ്കിലും നമ്മുടെ കൽബിന്, നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. മരണവേദന ഇല്ലാതാക്കാൻ ഇവരെ കൊണ്ടൊന്നും കഴിയില്ല. എന്നാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമുക്ക് എല്ലാ ദിവസവും ചൊല്ലുന്ന, പറയുന്ന, കേൾക്കുന്ന നാമമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ അടുക്കൽ വന്ന് നിന്നുകൊണ്ട് നമ്മളെ സാന്ത്വനപ്പെടുത്തിയിട്ടാണ് നമ്മൾ വഫാത്താകുന്നത് എങ്കിൽ നമുക്ക് ആ മരണവേദനയോ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവൂല. ആ ഭാഗ്യം കിട്ടണമെങ്കിൽ ഈ പരിശുദ്ധ സ്വലാത്ത് ദിവസത്തിൽ 1 തവണയെങ്കിലും ഇത് പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചേരിക. വെറുതെ പറയുകയല്ല, അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിട്ട് അവർക്ക് അല്ലാഹു കൊടുത്ത നേട്ടങ്ങളാണ് ഈ എന്ത് ചെയ്യുന്നത് അവർ വിശദീകരിച്ചു തരുന്നത്. എത്രയോ അനുഭവങ്ങൾ സ്വലാത്തിനു വേണ്ടി ജീവിച്ച മഹാന്മാരുണ്ട്. സ്വലാത്തിനു വേണ്ടി മാത്രമായി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. നബിയെ, എന്റെ ദുആഇന്റെ എത്ര സമയം ഞാൻ സ്വലാത്തിനു വേണ്ടി മാറ്റിവെക്കണം?
എന്റെ ദുആഇന്റെ എത്ര സമയം 4 സമയം ഞാൻ മാറ്റിവെക്കട്ടെയോ? നബി തങ്ങൾ പറഞ്ഞു, ഓക്കെ, അതിനേക്കാൾ കൂടുതലാക്കിയാൽ അത്രയും നല്ലത്, അതിനേക്കാൾ അധികരിപ്പിച്ചാൽ അത്രയും നല്ലത്. നബിയെ, എങ്ങനെ ഞാൻ 3-1 ആക്കട്ടെയോ? അല്ലെങ്കിൽ ഞാൻ പകുതിയാക്കട്ടെയോ? അല്ലെങ്കിൽ ഞാൻ എന്റെ 3/4 ഭാഗവും സ്വലാത്താക്കട്ടെയോ? നബി തങ്ങൾ അപ്പോഴൊക്കെ പറഞ്ഞത് അതിനേക്കാൾ അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. എന്നാൽ നബിയെ, എന്റെ പ്രാർത്ഥനയുടെ മുഴുവൻ സമയവും ഞാൻ അത് സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെയോ? നബിയെ, ഇപ്പോഴാണ് നിനക്ക് ഏറ്റവും പൂർണ്ണമായ ഈമാനായത്, ഇപ്പോഴാണ് നിന്റെ ദുആ കാമിലായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും ദുആ ഇറക്കുമ്പോൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ദുആ ഇറക്കാം. നമ്മളും അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് റബ്ബിനോട് ചോദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചൊല്ലുന്ന സമയത്ത് ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് നേട്ടങ്ങൾ ലഭിക്കുന്ന മഹത്തായ സ്വലാത്താണ് ചോദിക്കുന്നത് എങ്കിലോ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ അത് എളുപ്പമായി തീരും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ അരികിലുണ്ടാവും. നമ്മൾ മരിക്കുന്ന സമയത്ത് മുത്തുനബി തങ്ങൾ നമ്മുടെ അരികിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വഫാത്താകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാഭാഗ്യം നൽകുമാറാകട്ടെ. ഇനി മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജനാസ കുളിപ്പിക്കും. ആരൊക്കെയോ വന്ന് കുളിപ്പിക്കും നമ്മുടെ ജനാസ, ഇല്ലേ? ഒരു പക്ഷേ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ നമ്മുടെ ജനാസ കുളിപ്പിക്കാനുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇതുവരെ സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ നമ്മുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി വരും. ഇന്ന് പല ആളുകളും, സാന്ദർഭികമായി പറയട്ടെ, ജനാസ കുളിപ്പിക്കാൻ, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ അതൊന്നും ഒരു പരിചയമില്ലാത്തൊരു സമുദായത്തിനിടയിലാണ് നമ്മൾ വളർന്നു വരുന്നത്, നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ കുടുംബാദികൾക്കോ ഒന്നും അതിനെപ്പറ്റി ഒരു യാതൊരു ധാരണയില്ല. നമ്മൾ മരിച്ചു എന്ന് കേട്ടാൽ പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ വന്നിട്ട് കുളിപ്പിച്ചിട്ടുണ്ട് പോകും. ആരാ വന്നതെന്ന് നമുക്ക് അറിയില്ല, ആരെയാണ് കുളിപ്പിക്കുന്നതെന്ന് കുളിപ്പിക്കുന്നവർക്കും അറിയില്ല. ആ ഒരു അവസ്ഥയാണ്. നമ്മളൊക്കെ പഠിച്ചു വെക്കണം. മയ്യത്ത് നിസ്കാരം, മയ്യത്ത് കുളിപ്പിക്കുന്നത്, കഫൻ ചെയ്യുന്നത്, അതിന്റെ മസാല എങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന സമയങ്ങളിൽ നമുക്ക് അതിന്റെ ഒരു വീഡിയോ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിക്കാൻ തയ്യാറാകണം, അല്ലെ? നമ്മുടെ വാപ്പ മരണപ്പെട്ടാൽ, ഉമ്മ മരണപ്പെട്ടാൽ, അല്ലെ ഭർത്താവ് മരണപ്പെട്ടാൽ, ഭാര്യ മരണപ്പെട്ടാൽ, മക്കൾ മരണപ്പെട്ടാൽ, മാതാപിതാക്കൾ മരണപ്പെട്ടാൽ തുടങ്ങി നമ്മുടെ ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യേണ്ടത്, ആദ്യം മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്, പിന്നെ എങ്ങനെ കഫൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്. മുമ്പൊരിക്കൽ ഞാൻ ഇമാം നിൽക്കുന്ന പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു, ജനാസ. കുടുംബത്തിൽപ്പെട്ട ആരോ ആണ് നിസ്കരിച്ചത്. ഒരു ചെറുപ്പക്കാരനാണ് വന്ന് നിസ്കരിച്ചത്. സാധാരണ മയ്യത്ത് നിസ്കാരത്തിന് 4 തക്ബീറാണ് ഉണ്ടാവല്. 5 തക്ബീർ ചൊല്ലിയിട്ട് സലാം വീട്ടിൽ പോയി. അപ്പൊ എത്ര തക്ബീർ ചൊല്ലണം? ഈ തക്ബീറുകൾക്കിടയിൽ എന്താണ് ചൊല്ലേണ്ടത്, പറയേണ്ടത്, ഇതൊന്നും ചിലപ്പോൾ അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതൊക്കെ പഠിക്കാൻ തയ്യാറാകണം. ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചിലപ്പോൾ കൂടെ അറിയുന്നവരുണ്ടാകും, അറിയാത്തവരുണ്ടാകും. ആ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിലോ നമുക്കൊരു സന്തോഷമാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നതൊക്കെ മയ്യത്ത് അറിയും. മയ്യത്തിന്റെ ശരീരത്തിൽ തൊടുന്നതും ശരീരം തേക്കുന്നതും ഒക്കെ മയ്യത്ത് അറിയും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അപ്പൊ അറിയുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് കുളിപ്പിക്കാൻ ആ വ്യക്തിയുടെ അരികിലേക്ക് വരുന്നതാണ്. നബി തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് നമ്മളെ കുളിപ്പിച്ചു തരുന്നതാണ് എന്ന് നോക്കുക. അതിന് ഈ മഹത്തായ സ്വലാത്ത് ദിവസത്തിൽ ഓരോ തവണ ചൊല്ലിയാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് നമ്മളെ കുളിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ മയ്യത്ത് കഫൻ ചെയ്യുക. അപ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ അരികിലുണ്ടാകും മുത്തുനബി തങ്ങൾ. ഒന്നാമത്തെ വലിയ നേട്ടമാണ്. ആ നേട്ടം വേറൊരാൾക്കും കിട്ടൂല. രണ്ടാമതോ, നമ്മളെ കുളിപ്പിക്കപ്പെടുന്ന സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ അരികിലുണ്ടാകും മയ്യത്ത് കുളിപ്പിക്കാൻ. മുത്തുനബി തങ്ങളുടെ കൈകൊണ്ട് നമ്മളെ മയ്യത്ത് കുളിപ്പിക്കും. എത്ര വലിയ ഭാഗ്യമാണ് ഉണ്ടാകുക. മൂന്നാമതായി ദുനിയാവിൽ വെച്ച് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണ് നമ്മളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു സമയം. നമ്മളിനി പോവുകയാണ്, ഇനി ദുനിയാവുമായി യാതൊരു ബന്ധവുമില്ല. ദുനിയാവുമായി നേരത്തെ ആത്മാവ് വിട്ടുപിരിഞ്ഞു. നമ്മുടെ ഈ ഭൗതിക ശരീരം ഇനി മണ്ണോട് അലിഞ്ഞു ചേരാൻ പോകുന്ന ഒരു സമയമാണല്ലോ. ആ സമയത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയം മുത്തുനബി തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൾ കൊണ്ടായിരിക്കും നമ്മെ ഇറക്കി വെക്കുക, അല്ലെ? മയ്യത്ത് പിടിച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ മയ്യത്ത് കുഴിച്ച ആളായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ആരോഗ്യമുള്ള ആളുകളൊക്കെ ആയിരിക്കും എടുത്തു വെക്കുക. നമുക്ക് ചിലപ്പോൾ വ്യക്തിപരമായിട്ടൊന്നും പരിചയം ഉണ്ടാവൂല. എന്നാൽ ഹബീബായ നബി തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് നമ്മളുടെ ജനാസ ഏറ്റുവാങ്ങിയിട്ട് ഖബറിലേക്ക് വെക്കും. അതിനെന്ത് ചെയ്താൽ മതി? ഈ പരിശുദ്ധമായ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. ദുനിയാവിൽ നമ്മൾ യാത്ര പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ വലിയ നേട്ടങ്ങൾ കിട്ടിയിട്ടല്ലാതെ നമ്മളുടെ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഉയർത്തൂല, എല്ലീനിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ റൂഹ് പോകൂല. നമ്മുടെ ശരീരം മണ്ണിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഈ 3 വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ, അദ്ദേഹത്തിന്റെ ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഇത് പറയാനുള്ള കാരണം, ഇങ്ങനെ ഒരാൾക്ക് ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം ഞാൻ പറഞ്ഞു തരട്ടെ. ഇതൊക്കെ അവർക്ക് ലഭിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവർ മരണപ്പെടുന്നത് റോട്ടിൽ കിടന്നാകൂല. അവർ മരണപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും റോട്ടിലോ അപകടങ്ങളിലോ ഒക്കെ ചതഞ്ഞരഞ്ഞ് കിടന്ന് മരണപ്പെടേണ്ടി വരില്ല. അപകടങ്ങളിൽ പെട്ട് മരിക്കേണ്ടി വരില്ല. റാഹത്തായ മരണം കിട്ടും. രണ്ടാമത്തതോ, അവരുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ അവരുടെ മയ്യത്തുണ്ടാകും. അതിലൊരു കേടുപാടും സംഭവിച്ചിട്ടുണ്ടാവില്ല.
മൂന്നാമത്തത് അവരുടെ ജനാസ സംസ്കരണത്തിന് അവരുടെ ജനാസ ഉണ്ടാകും. ഇന്ന് നമുക്കറിയാം മണ്ണിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സമയത്ത് ഒരുപാട് ജനാസകൾ എവിടെയെന്ന് പോലും അറിയാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെയൊന്നുമില്ലാതെ കൃത്യമായ ജനാസ കബറടക്കാൻ പര്യാപ്തമായ രൂപത്തിലല്ലാതെ അയാൾ മരണപ്പെടൂല എന്ന്. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുനബി തങ്ങൾ നമ്മുടെ അരികിൽ വരും, നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കും, നമ്മുടെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് നമ്മെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. ഏതാണ് ആ സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇനി ആഖിറത്തിൽ കിട്ടുന്ന നേട്ടം കൂടെ പറഞ്ഞുതരാം. ഈ ഭൗതികമായ 3 വലിയ നേട്ടം നമുക്ക് ലഭിക്കും. ഇതോടൊപ്പം ഈ സ്വലാത്ത് ഏതാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. ചൊല്ലി എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയും. കുറഞ്ഞത് 11 ദിവസവും ചൊല്ലാൻ പറ്റുമെങ്കിൽ വലിയ ബറക്കത്താണ്. ഇനി 11 കൂടുതൽ 33 വീതം ചൊല്ലാൻ അവസരം കിട്ടി, ഇനി 100 ചൊല്ലാൻ അവസരം കിട്ടി. അതൊക്കെ അള്ളാഹുവിന്റെ വലിയ നിഅമത്തുകളാണ്. അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തു തരുന്നതാണ്. ഒരാൾക്ക് സമയത്തിന് ബറക്കത്തുണ്ട് എന്ന് അറിയാൻ അദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ നോക്കിയാൽ മതി. എന്റെ സമയത്തിന് ബറക്കത്തുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ ചെയ്യുന്ന അമലുകൾ നോക്കിയാൽ മനസ്സിലാവും. 33 ചൊല്ലാൻ പറ്റുന്നുള്ളൂ, എനിക്ക് അത്രയും ബർക്കത്തുള്ളൂ. 100 ചൊല്ലാൻ പറ്റുന്നുള്ളൂ, എനിക്ക് അത്രയും ബർക്കത്ത് കൂടുതലുണ്ട്. ഇനി ഒരാൾക്ക് 500 ചൊല്ലാൻ പറ്റുന്നുണ്ടോ, അത്രയും ബർക്കത്ത് കൂടുതലുണ്ട്. അപ്പൊ അതാണ് എന്ത് ചെയ്യുക, നമുക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്ര എണ്ണം എന്ത് ചെയ്യുക, ചൊല്ലാൻ ശ്രമിക്കുക. ഈ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദറിൽ അദീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ ഒരു സ്വലാത്ത് എത്ര എണ്ണമാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയും പതിവാക്കുക. ഒരെണ്ണമെങ്കിലും വീതം എല്ലാ ദിവസവും പതിവാക്കുന്നവരാണ് എങ്കിൽ നമ്മൾ മരിക്കുന്ന സമയത്ത് ഹബീബായ നബി തങ്ങളുടെ കൂട്ടുണ്ടാകും. നമ്മളെ കുളിപ്പിക്കാൻ മുത്തുനബി തങ്ങൾ വരും. നമ്മളെ കബറിലേക്ക് ഇറക്കി വെക്കാൻ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ ഹബീബായ നബി തങ്ങൾ തന്നെ മുൻകൈയെടുക്കും. ഇനി നമ്മൾ ആഖിറത്തിലേക്ക് എത്തിയാൽ, മഹ്ശറിലേക്ക് എത്തിയാൽ അവിടെ കിട്ടുന്ന നേട്ടമോ? നമ്മളൊക്കെ ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന ഒരു രംഗമാണല്ലോ മഹ്ശറ. എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിൽ ഹബീബായ നബി തങ്ങൾ അവിടുത്തെ കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ നമുക്ക് കുടിപ്പിച്ചു തരും. അവിടുത്തെ കരങ്ങൾ കൊണ്ട് ഹൗദുൽ കൗസർ എടുത്തിട്ട് ഇതെന്റെ സ്വലാത്ത് പതിവാക്കിയവനാണ്, അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യണം, ഇത് കുടിപ്പിക്കണം. ആ ഒരു നല്ല നീയത്തിൽ ഹബീബായ നബി തങ്ങൾ നമുക്ക് ഹൗദുൽ കൗസർ കുടിപ്പിച്ചു തരുന്നതാണ് എന്ന് മഹത്തുക്കൾ വിവരിക്കുക. നോക്കുങ്ങൾ, നബിതങ്ങളുടെ കരങ്ങളെ കൊണ്ട് തന്നെ അവിടെ നമുക്ക് കുടിപ്പിക്കാം. ഹൗദുൽ കൗസർ കുടിച്ചാലോ ലാ യൽമഉ ബഅദഹു അബദ, പിന്നീട് ഒരിക്കലും അയാൾക്കൊരു ദാഹം ഉണ്ടാവൂല എന്ന്. പിന്നീട് ഒരിക്കലും അയാൾ ദാഹിക്കൂല. പിന്നീട് സ്വർഗത്തിലെത്തിയാലും ദാഹം ഉണ്ടാവൂല. മറിച്ച് സ്വർഗത്തിലെ പാനീയങ്ങളൊക്കെ കുടിക്കൽ എന്തിനു വേണ്ടിയിട്ടാ? അതൊരു ആസ്വാദനത്തിന് വേണ്ടിയാ. ഇപ്പൊ ഷാർജ ഒരാൾ പോയി കടയിൽ പോയി കുടിക്കുന്നു, അത് ദാഹം അകറ്റാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്ത് ചെയ്യാം, ഒരു ആസ്വാദനത്തിന് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി. ഇല്ലേ, നമ്മളിപ്പോ ജ്യൂസുകളൊക്കെ കുടിക്കുന്നത് ദാഹം അകറ്റാൻ വേണ്ടിയിട്ടില്ല. ഒരാൾ നല്ല ദാഹിച്ചു നിൽക്കുക, അയാളുടെ മുമ്പിലേക്ക് ഒരു മാംഗോ ജ്യൂസ് കൊണ്ടു കൊടുത്തു, അയാൾ അത് എത്ര കുടിച്ചാലും ദാഹം അങ്ങോട്ട് മാറി കിട്ടൂല. മറിച്ചോ ഒരേ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്താലോ ആ വെള്ളത്തിനാണ് അവിടെ എന്ത് ചെയ്യുക, ശുദ്ധമായ പാനീയത്തിനാണ് ദാഹം അകറ്റാനുള്ള കപ്പാസിറ്റി കഴിവുള്ളത്. അല്ലാത്തതിനൊക്കെ എന്താ, ഒരു ആസ്വാദനത്തിന് വേണ്ടി കുടിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും സ്വർഗത്തിലെ പാനീയങ്ങളൊക്കെ പിന്നെ ആസ്വദിക്കാനുള്ളതാണ്, ദാഹം അകറ്റാനല്ല. മുത്തുനബി തങ്ങളുടെ ഹൗദുൽ കൗസർ കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദാഹം ഉണ്ടാവൂല. ഒന്നാമത്തെ നേട്ടം, നാളെ മഹ്ശറിൽ ചെന്ന് നിന്നു കഴിഞ്ഞാൽ ഹൗദുൽ കൗസർ ഹബീബായ നബി തങ്ങളുടെ കരങ്ങളെ കൊണ്ട് തരും. ഇനിയോ ഈ മഹ്ശറിൽ തന്നെ നഫ്സി നഫ്സി എന്ന് വിളിച്ച് ഓടുന്ന ഒരു രംഗം വരാനുണ്ട്. ഖുർആൻ പറയും, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഓരോരുത്തരും തന്റെ കൂട്ടുകാരെ വിട്ട് ഓടുന്ന ഒരു സമയം, ഉമ്മ വാപ്പയെ വിട്ട് ഓടുന്ന സമയം, മക്കളെ വിട്ട് ഓടുന്ന സമയം. ഈ ഒരു രംഗം നാളെ മഹ്ശറിൽ വരാനുണ്ട്. ആ സമയത്ത് ഉമ്മത്തി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വരാൻ ഒരാളെ ഉണ്ടാവുള്ളൂ, അത് ഹബീബായ നബിതങ്ങളാണ്. അവിടുത്തെ ഷഫാഅത്ത് കിട്ടിയാലേ നാളെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുള്ളൂ. മുത്തുനബിതങ്ങളുടെ ഷഫാഅത്ത് ഇല്ലാതെ ഒരു പാപിയായ മനുഷ്യന് നാളെ സ്വർഗത്തിൽ കടക്കുക എന്നുള്ളത് പോസിബിൾ അല്ല, സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ ശുപാർശ കിട്ടാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയോ അതൊക്കെ നമ്മൾ ചെയ്യണം. ഈ സ്വലാത്തുൽ ആലിൽ ഖദർ, ഈ ഒരു സ്വലാത്ത് പതിവാക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ ആഖിറത്തിൽ വെച്ച് കിട്ടുന്ന വലിയ നേട്ടമാണ് ഹബീബായ നബി തങ്ങളുടെ ശുപാർശയ്ക്ക് ആദ്യ ഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുക, സെലക്ഷൻ കിട്ടുക. കോടാനുകൂടി വരുന്ന മനുഷ്യർ, ജിന്നുകൾ, അവരുടെ കൂട്ടത്തിൽ ആദ്യ പട്ടികയിൽ നമ്മളുടെ പേര് വിളിക്കപ്പെടാൻ ഈ ഒരു സ്വലാത്ത് പതിവാക്കിയാൽ മതിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. ഹബീബായ നബി തങ്ങളുടെ ശുപാർശ എല്ലാവർക്കും കിട്ടും. എല്ലാ ഖബായിറു ചെയ്യുന്ന വലിയ പാപങ്ങൾ ചെയ്യുന്നവർക്കടക്കം മുത്തുനബി തങ്ങളുടെ ശുപാർശ കിട്ടും. പക്ഷേ ആ വലിയ മഹ്ശറിൽ
എല്ലാവരെയും പരിഗണിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് എങ്കിലോ അത്രയും നേരം മഹ്ശറിന്റെ ഇടങ്ങേറ് സഹിച്ചവിടെ നിൽക്കേണ്ടി വരും അല്ലേ? കത്തിയാളുന്ന സൂര്യന്റെ ചോട്ടിൽ ഇങ്ങനെ നിന്ന് ഇടങ്ങേറാവേണ്ടി വരും. എന്നാൽ ആദ്യ സമയം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിഗണിക്കുകയാണെങ്കിലോ അതിന് എന്ത് ചെയ്താൽ മതി? ഈ പരിശുദ്ധമായ സ്വലാത്ത് നിരന്തരം ചൊല്ലിയാൽ മതി. എല്ലാ ദിവസവും ചൊല്ലുമ്പോൾ എന്റെ സ്വലാത്ത് പതിവാക്കിയവനാണ് എന്നുള്ള പരിഗണന, എന്റെ സ്വലാത്ത് പതിവാക്കിയവളാണ് എന്നുള്ള പരിഗണനയിൽ നമ്മെ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ പെടുത്തിയിട്ട് എന്ത് ചെയ്യും? ശുപാർശ കിട്ടും. ഒന്നാമത്തെ നേട്ടം ഹൗദുൽ കൗസർ കുടിക്കാൻ കഴിയും. രണ്ടാമത്തെ നേട്ടം ഹബീബായ നബി തങ്ങളുടെ ശുപാർശയുടെ ലിസ്റ്റിൽ ആദ്യത്തെ ഇടം കിട്ടാൻ കാരണമായി തീരും. മൂന്നാമതായി കിട്ടുന്ന നേട്ടം നമുക്കൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ്. സ്വഹാബി വര്യന്മാരിൽപ്പെട്ട മഹത്തായ ഗുണമുള്ള ഒരു സ്വഹാബി, വലിയ പവറുള്ള ഒരു സ്വഹാബി വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. അദ്ദേഹം വലിയ നല്ല തടിയും ആരോഗ്യമൊക്കെയുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞ് മുത്തുനബി തങ്ങൾ അയാളെ കണ്ടപ്പോൾ വല്ലാതെ മെലിഞ്ഞു, ശരീരമൊക്കെ എന്ത് ചെയ്തു? ചൊട്ടിപ്പോയിരിക്കുന്നു, ശരീരമൊക്കെ മെലിഞ്ഞു പോയിരിക്കുന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ആ സ്വഹാബ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ മറുപടി പറഞ്ഞു, നബിയെ, എനിക്കെപ്പോ അധികമായൊരു ചിന്തയാണ് എന്റെ കൽബിൽ. എന്താണ് ആ ചിന്ത? നബി, നമ്മളൊക്കെ മരണപ്പെട്ടു പോകണമല്ലോ. മരിക്കുന്നതിനെ സംബന്ധിച്ച് ഓർത്താണോ ചിന്തിക്കുന്നത്? അല്ല നബി, തങ്ങളും മരണപ്പെടും, ഞാനും ഒക്കെ മരണപ്പെട്ടു പോകും. നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടും, സ്വർഗത്തിലൊക്കെ ആകും. നബി തങ്ങൾ അംഗീകരിച്ചതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലാകുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്റെ വിഷമം അതല്ല. നാളെ സ്വർഗത്തിൽ കിടക്കുന്ന സമയത്ത് തങ്ങൾ വലിയ ദർജയിലായിരിക്കുമല്ലോ, വലിയ ഉന്നത ദർജയിൽ. ഈ സാധുവായ ഞാൻ എവിടെയോ ആയിരിക്കും. അപ്പോ എനിക്ക് ഇതുപോലെ തങ്ങളെ കാണുന്നത് പോലെ അവിടുന്ന് കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വിഷമമാണ്. തങ്ങളെ ഇവിടുന്ന് എനിക്ക് ദുനിയാവിൽ വെച്ച് കാണാൻ പറ്റുന്നത് പോലെ നാളെ ആഖിറത്തിൽ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള സങ്കടം അതിങ്ങനെ ആലോചിച്ച് എന്റെ ശരീരം ചുട്ടിപ്പോയതാണ് നബി, എന്റെ ശരീരം ആരോഗ്യം ക്ഷയിച്ചു പോയതാണ് എന്ന് നോക്കുക. അപ്പൊ നബിതങ്ങളെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള സ്വഹാബത്ത് ആഗ്രഹിച്ചൊരു സംഗതിയാണ്. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്ത് അവരാഗ്രഹിച്ചതാണ് സ്വർഗത്തിലെത്തുമ്പോൾ എന്നും നബിതങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കണം. എന്നാൽ മഹത്തായി സ്വലാത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം നാളെ സ്വർഗത്തിലിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഒരിടം, ഒരു സീറ്റ് അള്ളാഹു റിസർവ് ചെയ്തു കൊടുക്കും. നബി തങ്ങളോടൊപ്പം ഇരിക്കാൻ, നബി തങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കാൻ, നബി തങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കാൻ, അവിടെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കാനുള്ള ഒരു സീറ്റ് അള്ളാഹു സുബ്ഹാനഹു തആല സ്പെഷ്യലായിട്ട് ഈ ഒരു സ്വലാത്ത് പതിവാക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നു. അള്ളാഹു മഹാഭാഗ്യം നൽകട്ടെ. ഹൗദുൽ കൗസർ കുടിക്കാൻ, ഷഫാഅത്ത് കിട്ടാൻ, അതിലൊക്കെ അപ്പുറം പരിശുദ്ധ സ്വർഗത്തിൽ ഹബീബായ നബിതങ്ങളോടൊപ്പം ഒരു റിസർവേഷൻ സീറ്റ് ലഭിക്കാൻ, നബിതങ്ങളോടൊപ്പം ഒരു ഇരിപ്പിടം ലഭിക്കാൻ ഈ ഒരു സ്വലാത്ത് പതിവാക്കിയാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദരിൽ അലീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുവേ, ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പരിശുദ്ധ സ്വലാത്തുകൾ ഒരുപാട് പരിശുദ്ധ മദീനയിലേക്ക് എത്തിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും പരിശുദ്ധമായ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും, വെള്ളിയാഴ്ച രാവും പകലും, അതാണ് ഉദ്ദേശിച്ചത്. ആ ദിവസങ്ങൾ മുഴുവൻ നമ്മൾ സ്വലാത്ത് കൊണ്ട് നമ്മളുടെ അക്കൗണ്ടുകൾ നിറയ്ക്കണം. ഈ പരിശുദ്ധമായ സ്വലാത്തുകളാണ് അധികം ചൊല്ലുന്നത് എങ്കിലോ ആ സ്വലാത്തുകൾ കാരണം നാളെ മഹ്ശറിൽ നമുക്ക് വലിയ സ്ഥാനം ലഭിക്കാൻ, മരിക്കുന്ന സമയത്തും അതിനുശേഷവും മരണപ്പെടുമ്പോൾ മുത്തുനബി തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ കഫൻ ചെയ്യാൻ, കുളിപ്പിക്കാൻ നമ്മുടെ കൂടെ നമ്മൾ ഹബീബായ നബിതങ്ങൾ ഉണ്ടാകും. നമ്മുടെ മയ്യത്തിറക്കി ഖബറിലേക്ക് വെക്കാൻ മുത്തുനബി തങ്ങൾ നമുക്കുണ്ടാകും. നാളെ ഹൗദുൽ കൗസറിന്റെ അരികിൽ നമുക്ക് മുത്തുനബി തങ്ങളുടെ കയ്യിൽ നിന്നും വെള്ളം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ശുപാർശ ചെയ്യാൻ ഹബീബായ നബിതങ്ങൾ ഉണ്ടാവും. അതിലൊക്കെ പുറം ഏറ്റവും അവസാനം ഖാലിദീന ഫീഹ അബദ, കാലാകാലം ജീവിക്കേണ്ട പരിശുദ്ധമായ സ്വർഗത്തിൽ ഹബീബായ നബിതങ്ങളോടൊപ്പം ഒരു സീറ്റ് അള്ളാഹു നമുക്ക് നൽകും. ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ മനുഷ്യൻ സ്വർഗത്തിലേ പ്രവേശിക്കുകയുള്ളൂ, നരകത്തിലേക്ക് അള്ളാഹു അയാളെ എടുത്തിടൂല. ഹബീബായ നബി തങ്ങളുടെ ഈ പരിശുദ്ധ സ്വലാത്ത് പതിവാക്കുന്നവൻ അള്ളാഹു സ്വർഗത്തിൽ മുത്തുനബി തങ്ങളോടൊപ്പം ആക്കുമെന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗവാസിയായിരിക്കും, സ്വർഗാവകാശിയായിരിക്കും, അയാൾക്ക് നരകത്തിൽ പോകേണ്ടി വരൂല എന്ന്. അള്ളാഹു നരകം തൊടാതെ സ്വർഗത്തിൽ കിടക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഒരുപാട് സ്വലാത്തുകൾ പരിശുദ്ധ മദീനയിലേക്ക് എത്തിക്കാൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.